ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിലെ രാജാവിൻ്റെ കൊട്ടാരം സെബീൽ പാലസ്. ലിമോയുടെ കാറാണ്. കൊട്ടാരത്തിന് മുൻപിൽ 4 എണ്ണം കിടക്കുന്നു. നിശ്ചിത തുക കൊടുക്കാമെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് ആ കാറിൽ സഞ്ചരിക്കാം. ക്വീൻ എലിസബത്ത് II എന്ന ഷിപ്പ് സഞ്ചാരം അവസാനിപ്പിച്ച് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഹോട്ടലായി കൺവേർട്ട് ചെയ്ത് സ്ഥിരമായി ഇവിടെ പാർക്ക് ചെയ്യുന്നു. ദുബായ് ഫ്രെയിം. ഇവയുടെയൊക്കെ വിശദമായ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. ദുബായ് ഫ്രെയിമിൻ്റെ അരികിലൂടെയാണ് നമ്മൾ ദുബായ് പാലസ് കാണാൻ പോകുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഉണ്ടെങ്കിലേ ചാനലിന് വളരാൻ പറ്റുകയുള്ളൂ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ലൈനാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓരോ ബിൽഡിങ്ങുകളുടെ ഡിസൈൻസ് നോക്കിക്കോളൂ. ഓരോ ഡിഫറെന്റ് ഡിസൈൻസ് നോക്കിക്കോളൂ. ഒരു ഫോട്ടോ സ്റ്റോപ്പ് തരാൻ പോകുന്നത് പാലസിലാണ്, ഇവിടുത്തെ കൊട്ടാരത്തില്. വേണം, അതുവരെ നിങ്ങൾക്ക് അലൗഡ് ഉള്ളൂ. ആർക്കെങ്കിലും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം അപ്പുറത്തോട്ട് പോകുക, അല്ലെങ്കിൽ തിരിച്ചു വരിക. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. ആദ്യത്തെ ഫോട്ടോ എടുത്തിട്ട് ഈ കാറിന്റെ പുറകെയാണ് പോകുന്നത്. ഇന്ത്യയിൽ വന്ന ഷേഖുമാർ യാത്ര ചെയ്യും. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം മെഴ്സിഡസ് ബെൻസിൻ്റെ പോലീസ് കാറാണ്. ദുബായ് അങ്ങനെ ദൂരെ ബാക്കി കിടക്കുന്ന കാറിൻ്റെ അവിടെ വരെ നമുക്ക് പോകുവാൻ അനുവാദമുള്ളൂ. പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ കൊട്ടാരത്തിൽ നിന്നുള്ള അനുവാദം മുൻകൂർ വാങ്ങണം.
പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഷോപ്പാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോ ചരക്ക് നീക്കം നടത്തുന്നില്ലേ, അത് അതിലേക്ക് അവിടെ മാറ്റും. ഇപ്പൊ ഇങ്ങനെ ഈ സൈഡ് വന്നിട്ട് ആൾക്കാർക്ക് പോകാനായിട്ട് ഫ്രീ ആക്കി വിടും. ആൾക്കാർക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു ഏരിയ ആക്കി വിടും. ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റും. പിന്നെ അതൊക്കെ അവര് മാൻമെയ്ഡാണ്, ഇതെല്ലാം മാൻമെയ്ഡാണ്. അവിടെ നിന്നെല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്ന കണ്ടോ, ചാനല് കീറി എടുത്ത മതിയാണ്, കരാല് കീറി എടുത്തേക്കുന്നതാണ്. നമ്മളീ കാണുന്നത് ക്യൂൻ എലിസബത്ത് II എന്ന ഷിപ്പാണ്. അത് സഞ്ചാരമൊക്കെ അവസാനിപ്പിച്ച് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോർട്ടിൽ അത് സ്ഥിരമായി കിടക്കുന്നു. മുൻകൂർ ബുക്ക് ചെയ്യാമെങ്കിൽ നമുക്കൊരു ദിവസമൊക്കെ അതിൽ താമസിക്കാൻ കഴിയും. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ചാനലിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്.